ഇതുപോലൊരു കറിപ്പാത്രവും ഇഡ്ഡലി തട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസും ലാഭിക്കാം, അതുപോലെ തന്നെ സമയവും ലാഭിക്കാം. പലർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് പുട്ട്. ഈ പുട്ടിനെ ഒന്നുകൂടി ഒന്ന് എളുപ്പമാക്കാനുള്ള ഒരു വിദ്യയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പുട്ടുപൊടി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അജ്മീൻ്റെയാണ് എടുത്തിരിക്കുന്നത്, പാക്കറ്റ് പുട്ടുപൊടി. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പാക്കറ്റ് പൊടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഒഴിക്കണം. ആ വെള്ളത്തിൻ്റെ കൂടെ തന്നെയാണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്തത്. ഇതുപോലെ കുഴച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വെള്ളമൊക്കെ കറക്റ്റ് പാകാവുമേ. നമ്മൾ വറുത്ത പൊടിയാണെങ്കിൽ ഇത്രയൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, പാക്കറ്റ് പൊടിയാണെങ്കിൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടുപൊടിക്ക് കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് ഇതും എടുക്കേണ്ടത്. ഇനിയാണ് ഈ കറിപ്പാത്രത്തിൻ്റെ ആവശ്യം. ഇതുപോലുള്ള കറിപ്പാത്രം ഒട്ടുമിക്ക എല്ലാ വീട്ടിലും ഉണ്ടാവും. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് എടുത്താലും മതി. അപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിലൊക്കെ ഉള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതിയേ, ഒരുപാടൊന്നും അമർത്തി പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെച്ചിട്ടെടുത്തിട്ട് ഇതുപോലെ മുകൾ ഭാഗം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഇത് കമിഴ്ത്താം. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പതുക്കെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങനെ തട്ടി കൊടുത്താൽ മതി. എന്നിട്ട് എടുക്കുന്ന സമയത്ത് പതുക്കെ ശ്രദ്ധിച്ചെടുത്തു കഴിഞ്ഞാൽ പൊട്ടാതെ ഇത് പുട്ടിൻ്റെ അതേ ഷേപ്പിൽ കിട്ടിക്കോളൂ കേട്ടോ. ഇതുപോലെ എല്ലാ ഹോൾസിലും വെച്ച് കൊടുക്കേണ്ട. ഒരേ സമയം 7 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റിയ തട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 7 പുട്ടും ഒരേ സമയം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇതാണ് നമ്മുടെ സമയവും ഗ്യാസും ലാഭിക്കുക എന്ന് പറഞ്ഞത്. സാധാരണ നമ്മൾ പുട്ടുകുറ്റിയിൽ മാക്സിമം പോയാൽ ചെറിയ 3 കഷ്ണം പുട്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ ഒരേ സമയം നമുക്ക് 7 പുട്ടോളം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് സമയവും ലാഭമാണ്, ഗ്യാസും ലാഭമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് മൂടി വെച്ചിട്ട് വേവിക്കണം. അപ്പം മൂടി അതിനനുസരിച്ചിട്ടുള്ളത് ഉണ്ടാവണം. കുറച്ച് വലിയൊരു മൂടി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ് ഇതിൻ്റെ ഇഡ്ഡലി തട്ടിൽ വെച്ച് നോക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് വേണം അതിൻ്റെ സൈസൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് സാധാരണ പുട്ടുണ്ടാക്കേണ്ട സമയം തന്നെ മതിയാവും. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ആദ്യം തന്നെ നമ്മൾ വെള്ളം വെക്കണം. നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിക്കുന്ന പോലെ തന്നെയാണ്. അതിനുശേഷം വേണം നമുക്ക് തട്ട് വെച്ചിട്ട് ഇതുപോലെ പുട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴേക്കും ഇതാ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പുട്ടാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന അതുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം എടുക്കുന്ന സമയത്ത് നമ്മൾ വറുത്ത പൊടിയാണെങ്കിൽ ഇത്രയധികം വെള്ളം എടുക്കരുത്. പാക്കറ്റ് പൊടിയാണെങ്കിൽ മാത്രം 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്താൽ മതിയാവും. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ തന്നെ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് എന്തായാലും ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.